യഥാർത്ഥ ജേർണലിസം എന്ന് പറയുന്നത് ഇന്ന് നമ്മുടെ ജേർണലിസത്തിൻ്റെ ആ രീതി തന്നെ വഴി തന്നെ മാറിപ്പോയി. അതിനെ ഒന്ന് തിരിച്ചു കൊണ്ടുവരാൻ ഉള്ള ഒരവസരമായിട്ട് മലനാട് ടി വി മുൻകൈ എടുത്തത് ചെയ്യുന്നെങ്കിൽ അങ്ങനെ ഒരു കോളേജ് കൊണ്ടുവരുന്നെങ്കിൽ നല്ലതാണ്. കാരണം എന്താണ് യഥാർത്ഥ ജേർണലിസം, എന്തായിരിക്കണം ജേർണലിസം, എങ്ങനെ ഒരു ജേർണലിസ്റ്റ് ആകരുത് എന്നുള്ളതാണ് പഠിപ്പിക്കേണ്ടത്. ലോക സമസ്ത സുഖിനോ ഭവന്തു. മലനാട് ടി വി, എ നാഷണൽ മീഡിയ ഫോർ സോഷ്യൽ ജസ്റ്റിസ്. ഇന്ത്യൻ മാധ്യമ ചരിത്രത്തിൽ ആദ്യമായി സുസ്ഥിര വികസനം ലക്ഷ്യമിട്ട് രാഷ്ട്ര പുനർനിർമ്മാണം മാധ്യമത്തിലൂടെ എന്ന ആപ്തവാക്യവുമായി ഉടലെടുത്ത ഒരു മാധ്യമം. I have seen lot of programs and attended lot of TV channels. Always they'll be commercial, but this is the first time ever in the world I'm seeing the first Malanadu NGO channel who are doing lot of social service activities. It's really commendable, remarkable, I can say. അനീതിക്കെതിരെയുള്ള പോരാട്ടം ശക്തിപ്പെടുത്തുന്ന, പാവപ്പെട്ടവരും വിഷമിക്കുന്നവരുമായ മനുഷ്യന്റെ ജീവിതത്തിലേക്ക് കടന്നു ചെല്ലാൻ നമ്മെ വിളിക്കുന്ന, നമ്മുടെ ഉത്തരവാദിത്തങ്ങളെയും കടമകളെയും ശക്തമായി ഓർമ്മിപ്പിക്കുന്ന വളരെ ഫലപ്രദമായൊരു ഇടപെടലാണ് കേരളത്തിലെ വിവിധ രംഗങ്ങളിൽ പ്രധാനപ്പെട്ടവരുടെ മനുഷ്യ ഹൃദയങ്ങളിലേക്ക് നാം ഓരോരുത്തരുടെയും മനസ്സിലേക്ക് ഇവർ കടത്തിവിട്ടിരിക്കുന്നത് എന്ന് പറയുന്നത് അഭിമാനത്തോടുകൂടി ഓർക്കേണ്ട കാര്യമാണെന്നുള്ളതിൽ ഒരു സംശയമില്ല. ഒരു വ്യത്യസ്തമായ ടി വിയാണ്. ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുകയും വാർത്തകൾ കൃത്യമായി ജനങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്യുക എന്ന രണ്ട് ജോലിയും ഏറ്റവും ഭംഗിയായി കൃത്യമായി നിർവഹിക്കുന്ന ഒരു ചാനലാണ്. I could experience the variety of enriching experiences and sharing from the manifold fields of our society and our life. അത് തന്നെ ഒരു വലിയ ഒരു യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ ഒരു വലിയ ലെക്ചർ നമ്മൾ UN-ലൊക്കെ പോയിരുന്ന് അത് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു മലനാട് ടി വി ഇന്ന് ഇവിടെ ചെയ്തത്. കെനിയൻ ജയിലിൽ മോചനം പ്രതീക്ഷിച്ച് കിടന്ന പ്രവീൺ പ്രഭാകരൻ എന്ന് പറയുന്ന ഒരു യുവാവിനെ നാട്ടിലെത്തിക്കുന്നതിന് വേണ്ടി മലനാട് ടി വി നടത്തിയ പ്രവർത്തനങ്ങൾ, ആ പ്രവർത്തനങ്ങളാണത് എൻ്റെ ശ്രദ്ധയിൽപ്പെടുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടുത്തെ എംബസി അധികൃതരുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ യുവാവിനെ നാട്ടിലെത്തിക്കാൻ കഴിഞ്ഞത് സത്യത്തിൽ മലനാട് ടി വി നടത്തിയ നിരന്തരമായ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ്. പോലെ ഞാൻ ഇപ്പോഴും അറിയുന്നത് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുകയും ഞാൻ അധികം വയസ്സായതുകൊണ്ട് ഒരുപാട് ഈ സോഷ്യൽ മീഡിയയിലെ എല്ലാം ഒന്നും എനിക്ക് കാണാൻ പറ്റാറില്ല. എന്നാലും അതും കൂടെ ഞാൻ അഭിനന്ദിക്കുകയാണ്, നല്ല കാര്യം. അങ്ങനെ നല്ലതൊക്കെ ചെയ്യുന്നവരൊക്കെ ഒരു പക്ഷേ നമുക്കൊരു താൽക്കാലികമായിട്ട് കുറേ ശത്രുക്കളും ട്രോളും ചീത്തവിളിയൊക്കെ കേൾക്കുക, അത് കാര്യമാക്കരുത്. കാരണം അതെന്താണെന്ന് വെച്ചാൽ ഇപ്പം നമ്മളതൊന്നും പ്രതികരിക്കാതിരിക്കും. നമ്മളെ കൊണ്ട് ഒരു 10 കാശ് ഉണ്ടായിക്കോട്ടെ, ഒരു സേവനമല്ലേ നമ്മുടെ. സെൻസെക്സ് ഒരു പോയിന്റ് വർദ്ധിക്കുന്നത് വാർത്തയാവുകയും തെരുവിലൊരുത്തം പട്ടിണി കിടന്ന് മരിക്കുന്നത് വാർത്തയല്ലാതാവുകയും ചെയ്യുമ്പോഴാണ് അതാണ് യഥാർത്ഥത്തെ ഫാസിസം എന്നാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞത്. അത് തന്നെ ഇവിടെ നമ്മൾ കാണുന്ന ഫാസിസം. മീഡിയയുടെ മൗനം എന്ന് പറയുന്നത് ഡീപ്പ് സ്ലംബർ, അതിൽ നിന്ന് അവർ ഉണരണം. ഉണർന്നില്ലെങ്കിൽ ഈ നാട്ടിലെ ജനാധിപത്യം മരവിച്ചു പോകും, മരിച്ചു. You are watching India's first NGO television, Malanad TV India.